12 अध्याय का दूसरा पद में हम ऐसा पढ़ते हैं, തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂസിനെ സഹിച്ചു. या अपने सामने रखे हुए आनंद को देखकर वो अपमान को सलकर वो दुख को उठाया. എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ ഇത്ര വലിയ യാഗം, പരമയാഗം, और काल्वरी क्रूस का यीशु मसीह का इतना बड़ा बलिदान എന്റെയും നിങ്ങളുടെയും വീണ്ടും ജനനത്തിന് വേണ്ടിയിട്ടാണ്. और मेरा और आपका नया जन्म के लिए हुआ है. അങ്ങനെ ജനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി യേശു ക്രിസ്തു തന്റെ ജീവിതത്തിൽ കഷ്ടം അനുഭവിച്ചു എന്നാണ് അവിടെ പറയുന്നത്. और ऐसे एक जीवन हमें देने के लिए यीशु मसीह काल्वरी के सूली पर दुख उठाया है. അപ്പൊ അതിന്റെ വേദന വളരെ വലുതായിരുന്നു. और उसकी जो दर्द है बहुत बड़ा था. പക്ഷെ യേശു ക്രിസ്തുവിനെ പോലും തൊട്ട് മുമ്പ് പറയുന്ന ഇങ്ങനെയാണ്, ഇത് എന്റെ പാനപാത്രം, ഈ പാനപാത്രം നീങ്ങിയിരുന്നെങ്കിൽ എന്ന് കർത്താവ് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാം. और यीशु मसीह खुद उसका मृत्यु के जस्ट पहले उसने ऐसा प्रार्थना किया कि हे पिता हो सकते तो ये कटोरा मुझसे दूर कर. ഈ ചോദ്യങ്ങൾ പലപ്പോഴും യേശു ക്രിസ്തു മരിക്കാൻ വന്നു, മരണത്തിന്റെ എല്ലാ സാഹചര്യം താൻ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് അവകാശപ്പെട്ടിട്ടും തൊട്ട് മുമ്പ് വന്നിട്ട് മരിക്കുന്നതിന് തൊട്ട് മുമ്പിൽ അവൻ എന്ത് ചെയ്തു, എന്റെ ഈ പാനപാത്രം ഒന്ന് നീക്കണമേ എന്നുള്ള പ്രാർത്ഥന എന്തിനായിരുന്നു? और यीशु मसीह मरने के लिए आया और उसको अच्छे से ये बात मालूम भी थी और उसी के लिए वो आया, लेकिन मरने से जस्ट पहले उसने ऐसा प्रार्थना क्यों किया कि हे पिता हो सके तो ये कटोरा मुझसे दूर कर. ലോകം അത് ചോദിക്കുന്നു, എന്തിനാ യേശു ക്രിസ്തു മരിക്കാൻ വന്നെങ്കിൽ മരിക്കണ്ടേ, എന്തിനാ അതിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചത് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി? आज संसार का लोग ऐसा सवाल करते हैं, यदि यीशु मसीह मरने के लिए आया है तो मरना चाहिए, लेकिन मरने जब वो मृत्यु सामने आया तो वो ऐसा प्रार्थना करते हैं कि हो सकते तो ये कटोरा मुझसे दूर कर. ऐसा क्यों किया? അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ, യേശു ക്രിസ്തു ദൈവമായിരുന്നിട്ടും ദൈവത്തിന് എന്ത് ചെയ്യാം, വേദന ഇല്ലാതെ ഇതൊക്കെ അനുഭവിക്കാനുള്ള കഴിവ് ദൈവത്തിനുണ്ട്. और यीशु मसीह परमेश्वर है और परमेश्वर को हो सकते हैं कोई दर्द बिना भी वो मृत्यु उसको सह सकता था. പക്ഷെ ഇവിടെ തെളിയിക്കുന്നത് ഇങ്ങനെയാണ്, യേശു ക്രിസ്തു ശരീരത്തിൽ വന്നിട്ടും അതികഠിനമായിട്ടുള്ള വേദന അനുഭവിച്ചതിന്റെ ഒരു തെളിവാണ്. और यीशु मसीह शरीर में आने के बावजूद भी वो अति भयंकर दर्द को सहन किया, उसका एक साबुत है उसकी वो प्रार्थना. യേശു ക്രിസ്തു എന്റെയും നിങ്ങളുടെയും പകരക്കാരനായിട്ട് അത്രമാത്രം വലിയൊരു വേദന അനുഭവിച്ചത് എന്നുള്ളതിന്റെ തെളിവായിട്ട് നമുക്ക് ഈ പ്രാർത്ഥന കാണുവാനായിട്ട്. तो यीशु मसीह मेरा और आपकी बदले में हमारे स्थान में आकर उसने उस दुख को उठाया और उसका एक साबुत के रूप में उसके उस प्रार्थना को हम देखते हैं. ഞാനിങ്ങനെ ചോദിക്കുന്നവരോട് ഉത്തരം പറയാറുള്ളത്, जैसा मेरे से मुझे से ऐसा सवाल करते हैं उसको मैं ऐसा जवाब देता हूँ. ഇപ്പൊ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ മകനായിരിക്കും, शायद आप शादी नहीं किया है तो आप किसी का बेटा है. ഇപ്പൊ നിങ്ങളുടെ അമ്മയോട് എന്താ പറയാ, എന്നെ പ്രസവിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്തിനാ വേവലാതിപ്പെട്ട് കരഞ്ഞത് എന്ന് ചോദിക്കുമോ? आप आपका माँ से ऐसा सवाल करते हैं क्या मुझे जन्म देने से पहले वो प्रसव पीड़ा के समय में क्यों इतना चिल्ला के रोया था मम्मी, ऐसा कोई पूछते है क्या मम्मी से? നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ അറിയില്ലേ ഞാൻ അടുത്ത ജനിക്കും വേദന ഉണ്ടാവും, ഇതൊക്കെ അറിയില്ലേ, എന്നിട്ട് നിങ്ങൾ എന്തിനാ കരഞ്ഞെന്ന് ചോദിക്കുമായിരുന്നു. हाँ तो आपको मालूम है शादी करेगा तो बच्चा होगा, बच्चा होते तो बच्चा जन्मने का समय में माँ को दर्द होते वो रोएगा, ये सब आपको मालूम है, तो आप शादी करने से पहले मम्मी से पूछते हैं कि आप क्यों रोया है ऐसा? ഇല്ല, ഒരിക്കലും ആരും ചോദിക്കില്ല. तो कोई नहीं पूछते ऐसा. എന്തുകൊണ്ടാ? അത് അറിയുന്നത് കൊണ്ടാണ്. क्योंकि आप जानते हैं उसका बारे में, ഇതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാ ചോദിക്കുന്നത്. और इसके बारे में जानते नहीं इसलिए ऐसा सवाल करते हैं. അപ്പൊ അവിടെ ഒരു ജനനം, യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തിലൂടെ ഞാനും നിങ്ങളും ജനിക്കുന്നു. तो यीशु मसीह का सूली का मृत्यु के द्वारा हमारा जन्म होते हैं. അതിനെ കുറിച്ച് കർത്താവ് പറയുന്നത് തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തപ്പോൾ അവമാനം അലക്ഷ്യമാക്കി. और उसके बारे में इब्रानी के पत्र में हम देखा है कि उसने अपना सामने रखा हुआ उस आनंद को देखकर उसने उस दुख को उठाया. ഇനി നമ്മുടെ ലോകത്തിൽ നടക്കുന്ന ഒരു സംഭവം നിങ്ങളോട് ചോദിക്കാം. और अब हमारे चारों तरफ संसार में होने वाली एक बात मैं आपको बताता हूँ. നിങ്ങളെല്ലാവരും ഈ ടിവിയിൽ ജിയോഗ്രഫിക് ചാനൽ നോക്കാറുണ്ട്. आप टीवी में जो जियोग्राफी के चैनल खोल के है वो चैनल कोई देखते हैं? മൃഗങ്ങളുടെ എല്ലാ മൃഗങ്ങളുടെ हर प्रकार का जानवरों के बारे में सब दिखाने वाला चैनल है जियोग्राफी चैनल. അതില് ഈ സിംഹവും അതുപോലെ പുലിയനും
ഓടിച്ചിട്ട് മാനിനെ പിടിക്കുമ്പോ എത്ര പേർക്ക് വേദന ഉണ്ടാവും. जो उस चैनल में जब हम देखते हैं वहाँ चीता या सिंह शेर सब जो हरणी को भगाते हुए पकड़ते समय में जब हम उसको देख के बैठते हैं तो हमको बहुत दुख होता है. तो आपको दुख होता है जब ऐसे उसको इतना दौड़ाने के बाद उसको पकड़ के काट कर खाते वो देखते तो क्या आपको दुख होता है? मेरे को कई बार ऐसे दुख हुआ है. और यहाँ पर बैठा हुआ में से कोई ऐसा है जो मांस नहीं खाता? इधर है. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് താൽക്കാലിക ജീവന് വേണ്ടി താൽക്കാലിക ജീവൻ ഇല്ലാണ്ടാക്കിയാൽ മാത്രമേ താൽക്കാലിക ജീവൻ നിലനിൽക്കൂ. तो जो हमारी तात्कालिक थोड़ा समय का जीवन को रहने के लिए और कोई तात्कालिक जीवन को खत्म करना भी पड़ते हैं. എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തില് ഇന്നേ വരെയുള്ള ജീവിതത്തില് ലക്ഷക്കണക്കിന് മീനുകളാണ് ഇല്ലാണ്ടായത്. मेरा आज तक का मेरा जिंदगी में लाखों लाखों मच्छी को खत्म किया है. എന്റെ താൽക്കാലിക ജീവൻ നിലനിർത്താൻ വേണ്ടി അതിന്റെ ജീവൻ നഷ്ടപ്പെടുത്തി. मेरा जीवन को रुकने आगे बढ़ाने के लिए और उसका जीवन को खत्म करना पड़ा. അതുപോലെ എന്റെ എന്താ പറയാ പിന്നെയും ജീവിതത്തിന് വേണ്ടിയിട്ട് ഏകദേശം 1000 കോഴിയുടെ ജീവനാണ് ഇല്ലാണ്ടാക്കിയത്. और फिर भी मेरे जीवन के लिए कितने हजारों चिकन जो मुर्गी है उसका जिंदगी कुर्बान हो गई. അതുപോലെ मटन का तो मटन कितना खत्म हो गया. അത് എന്റെ ഈ താൽക്കാലിക ജീവന് വേണ്ടി എത്ര ജീവൻ ഇല്ലാണ്ടാക്കി. मेरा तात्कालिक शारीरिक जीवन को बढ़ाने के लिए और उनको जिंदा रखने के लिए उनका सबका जिंदगी को कुर्बान करना पड़ा है. വെജിറ്റബിൾ കാരോട് പറയാം. तो अभी वेजिटेबल खाने वाला है तो ഈ വെജിറ്റബിൾ കഴിക്കുന്ന ആൾക്കാരുടെ ഈ പച്ചക്കറി സാധനത്തിനെല്ലാം അതിനെല്ലാം ജീവൻ ഉണ്ടാവും. അതിന്റെ താൽക്കാലിക ജീവൻ ഇല്ലാണ്ടാക്കിയിട്ടാണ് അതിനെ കഴിക്കുന്നത്. तो जो सब्जी आप खाते हैं, आप तो मांस नहीं खाता, सब्जी खाने वाला भी वो सब्जी में सब जीवन है और उसका जिंदगी को खत्म करके ही आप उसको खा रहे हैं. അപ്പൊ താൽക്കാലിക ജീവൻ നിലനിർത്താൻ വേണ്ടി താൽക്കാലിക ജീവൻ എന്ത് ചെയ്യുന്നു? കഴിക്കുന്നു. तो हमारा तात्कालिक जीवन को आगे रखने के लिए दूसरे के तात्कालिक जीवन को कुर्बान करना पड़ते हैं. ഇത് ഈ ലോകത്തിന്റെ ഒരു തത്വമാണ്. और ये संसार के एक कानून नियम है. നമുക്ക് ഈ സിംഹോലെ ഇതിനെ പിടിക്കുമ്പോൾ വേദന, നമ്മൾ ഒരു ആടിനെ പോയിട്ട് അവൻ കൊല്ലുന്നത് പിന്നെ കടിച്ച് പറിക്കുമ്പോൾ വേദന ഒന്നുമില്ല. तो जब एक चीता एक हरणी को पकड़ के फाड़ कर खाते तो हमको बहुत दुख होते हैं, हमको दर्द होते हैं. लेकिन हम खुद मटन दुकान में जाके मटन लेके बना के ऐसा खाते तो कोई दुख नहीं होता. അല്ലേ? അത് മേടിച്ചിട്ട് വന്നിട്ട് അതിന്റെ ഭാഗങ്ങൾ കഴിക്കുമ്പോൾ ഒരു വേദനയില്ല. എന്ത് ടേസ്റ്റ് എന്ന് പറയാം. तो जब उसको खाते समय में हमको कोई दर्द नहीं लगता, हम कहते हैं कि इतना टेस्टी है, बहुत टेस्ट लगता है. മൃഗത്തെ ആക്രമിക്കുന്ന കാരണം അയ്യോ എന്തൊരു കാരണമില്ലാത്ത മൃഗം, അതിനെ നശിപ്പിക്കണം, അതിനെ നശിപ്പിക്കണം. तो जब एक बड़े जानवर एक दूसरा जानवर को भगा के उसको पकड़ के चीर कर जब खाते समय में हमको बहुत दुख होते, हम कहते हैं कितना क्रूर जंतु है, उसको वो निर्दोष जानवर को खा लिया, ऐसा हम बोलते हैं. ഇതെല്ലാം ഭൂമിയിൽ ഇങ്ങനെ ഒരു സിസ്റ്റം വെച്ചതിന്റെ കാരണം ഇതാണ്. और ये पृथ्वी पर सब परमेश्वर ने ऐसा सिस्टम इसलिए रखा है. താൽക്കാലിക ജീവൻ കഴിച്ചുകൊണ്ട് അത് ഇല്ലാതാക്കിക്കൊണ്ട് താൽക്കാലിക ജീവൻ നിലനിർത്തണം. और एक तात्कालिक जीवन को खत्म करके दूसरा तात्कालिक जीवन रहना है. അനന്ത ജീവൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തു നിത്യജീവനാണ്. ആ നിത്യജീവനെ കഴിച്ചുകൊണ്ട് നിത്യജീവൻ എന്ത് ചെയ്യണം? നിലനിൽക്കണം. അതാണ് തത്വം. हमारा आत्मिक जीवन में भी ये बात सच है. यीशु मसीह जो अनंत जीवन का दाता, ये अनंत जीवन है और उस अनंत जीवन को खाकर हम अनंत काल के लिए जीना है. അതുകൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ജീവനെ കൊടുക്കുന്ന അപ്പമാകുന്നു. और इसलिए यीशु मसीह ने कहा मैं स्वर्ग से उतर कर आकर मैं संसार को अनंत जीवन देते हैं. അങ്ങനെ അത് കഴിക്കുന്നവൻ എന്ത് ചെയ്യും? जो നാൾ അവൻ ഉയർക്കും. जो उसको उस अनंत जीवन को खाते हैं वो अनंत काल का जीवन पाकर अंत का दिन में जी उठेगा. ഈ യേശു ക്രിസ്തുവിനെ കഴിക്കുക നടന്നെങ്കിൽ നേരത്തെ ഞാൻ ചോദിച്ചു മട്ടനും ചിക്കനും കഴിക്കുന്ന പോലെയാണോ എന്ന് ചോദിച്ചു. मैंने पहले सुबह पूछा था यीशु मसीह को खाने का मतलब ये है क्या जैसा मटन चिकन खाते वैसा खाने के लिए बताया क्या? നമുക്ക് പഠിക്കാം. हम उसका बारे में सीखे. मत्ती सुसमाचार Matthew chapter 4 verse 4. मत्ती का सुसमाचार 4:4. यीशु ने उत्तर दिया, लिखा है मनुष्य केवल रोटी ही से नहीं परंतु हर एक वचन से जो
परमेश्वर के मुख्य से निकलता है जीवित रहेगा। അതായത് അപ്പം തിന്നാൽ മാത്രം പോരാ, വചനം കൂടി തിന്നെങ്കിലേ മനുഷ്യന് ജീവനുണ്ട്. तो मनुष्य केवल रोटी ही से नहीं, रोटी खाने से जीवन जीवित नहीं रहते हैं, परमेश्वर का मुंह से निकलते हुए हर एक वचन खाएगा तभी जीवित रहेगा। ഇനി യെരമ്യാവ് 15:16 यिर्मयाह का किताब 15 का 15 15 का 16 जब तेरे वचन मेरे पास पहुँचे तब मैंने उन्हें मानो खा लिया और तेरे वचन मेरे मन के हर्ष और आनंद का कारण हुए, क्योंकि हे सेनाओं के परमेश्वर यहोवा मैं तेरा कहलाता हूँ। ഓക്കേ, നിന്റെ വചനങ്ങൾ കണ്ടെത്തി ഞാൻ ഭക്ഷിച്ചിരിക്കുന്നു. वहाँ यिर्मयाह कहते हैं कि मैंने तेरे वचन को पाकर खा लिया है। അപ്പൊ എന്ത് ചെയ്യണം? വചനം ഭക്ഷിക്കണം. तो वचन को खाना है। അത് യഥാർത്ഥ വചനം ആരാണ്? सच्चा वचन कौन है? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. प्रभु यीशु मसीह है। ആ വചനത്തെയാണ് എന്നോട് നിങ്ങളോട് കഴിക്കാൻ പറഞ്ഞത്. और इस वचन को खाने के लिए हमसे प्रभु ने कहा है। എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു പറഞ്ഞ വാക്കുകൾ ഒന്നും അവിശ്വസിക്കാതെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ ഹൃദയത്തിലേക്ക് എത്തുന്നു. तो ये प्रभु यीशु मसीह ने जो भी वचन बताया उस वचन को संपूर्ण रीति से बिना मिलावट से उसको पूर्ण मन से जब हम स्वीकार करते हैं, मान लेते हैं, तब प्रभु हमारे अंदर आ जाते हैं। അപ്പൊ എന്ത് ചെയ്യും? ഭക്ഷിച്ചില്ലേ? തോളിലെത്തിയില്ലേ? तो तभी हम कहते हैं वचन को खा लिया। ഭക്ഷണം കഴിക്കുമ്പോൾ എവിടെ എത്തുന്നു? വയറിലെത്തുന്നു. വചനം കഴിക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലേക്ക് എത്തുന്നു. രണ്ടും ഉള്ളിലേക്കാണ്. जैसे हम खाना खाते हैं, खाना हमारे अंदर जाते हैं, वैसे हम परमेश्वर के वचन को जब स्वीकार करते हैं, वचन भी हमारे अंदर जाते हैं। അങ്ങനെ ചെയ്യുന്ന മനുഷ്യനെ കുറിച്ച് സങ്കീർത്തനം 1 പറയുന്നത് എങ്ങനെയാണ്? രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യനാണ്. और ऐसे करने वाला मनुष्य के बारे में वचन संहिता पहला वचन में कहते हैं कि परमेश्वर का वचन को रात दिन ध्यान करने वाला मनुष्य भाग धन्य है। ഇങ്ങനെല്ലാം ആയി എന്റെ ഹൃദയത്തിൽ വചനം പൂർണ്ണമായിട്ട് ഭക്ഷിച്ചു, ഞാൻ വീണ്ടും ജനിച്ചു. और ऐसे सब हमने किया, परमेश्वर के वचन को खा लिया और उसको संपूर्ण रीति से हम विश्वास करके स्वीकार करके खा लिया। ഇനി അടുത്ത ഒരു ചോദ്യം, और अगला सवाल, അങ്ങനെ ഒരു ജനിച്ച കുഞ്ഞിക്ക് ആദ്യം എന്താ വേണ്ടത്? तो ऐसे खाकर जन्म हो गया हुआ एक बच्चा है, उस बच्चा जब जन्म हो गया उसको पहले क्या चाहिए? बोलिए बोलिए, जल्दी जल्दी, क्या चाहिए? यस, कहाँ है दूध? दूध चाहिए। दूध कहाँ है? पहला पत्री 2 का 1 पहला पत्रस दूसरा अध्याय का पहला पद, जरा जोर से पढ़िए। पहला पत्रस दूसरा अध्याय का पहला पद। इसलिए जब प्रकार का बैरभाव और जल और कपट और डाह और निंदा को दूर करे, नए जन्मे हुए बच्चे के समान निर्मल आत्मिक दूध की लालसा करो, ताकि उसके द्वारा उद्धार पाने के लिए बढ़ते जाओ। അപ്പൊ എന്താണ്? ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ്, और वहां पर हम पढ़ते हैं कि हर प्रकार का वैरभाव और हमारे अंदर के सारे जलन और दोष साफ दूर करके ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ നിങ്ങൾ രക്ഷയ്ക്കായിട്ട് വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പീൻ. अब नए जन्मे हुए बच्चे के समान जो परमेश्वर का वचन जो दूध के समान है उसको पीने की लालसा करो। ബാഹ്യമായിട്ട് ജനിച്ചെങ്കിൽ എന്ത് ചെയ്യണം? अगर बाहरी रूप से हम शरीर में जन्म हो गया तो क्या करना है? ഞാൻ പറഞ്ഞു, അമ്മയെ തിന്നണം, അമ്മയെ കുടിക്കണം, എന്നിട്ട് ഭൂമിയിൽ ജനിക്കണം. अब मैंने बताया माँ को खाना है, माँ को पीना है, ऐसा जन्म होना है। അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? അമ്മനെ തന്നെ കുടിച്ചിട്ട് വളരണമെന്ന് പറയുന്നത്. और उसके बाद हम देखते हैं मम्मी का माँ को ही पी के आगे बढ़ना है। എന്ന് പറഞ്ഞെങ്കിൽ ബാക്കിയുള്ളതൊന്നും എന്ത് ചെയ്യാൻ പറ്റൂല, കുഞ്ഞിന് ഏറ്റവും ബെസ്റ്റ് അല്ലെന്നാണ്. और बाकी कुछ भी चीज उस बच्चा के लिए अच्छा नहीं है। തന്റെ അമ്മയുടെ പാലിന്റെ അത്രയും എന്തുള്ളത് അടങ്ങിയിരിക്കുന്ന അതിലെ പോഷക ഗുണങ്ങൾ മറ്റൊരു പാലിലും കിട്ടൂല. और माँ का दूध में जो भी विटामिन सब मिले हुए हैं वो सब दूसरा कोई भी चीज में नहीं है। ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്, അതിൽ ഏറ്റവും
ഏറ്റവും നമ്മുടെ ബുദ്ധി വികാസത്തിന് പ്രയോജനമാകുന്ന ഒരുപാട് പ്രോട്ടീനുകൾ ഈ മുലപ്പാലിലാണ് ഉള്ളത്. तो माँ का दूध में एक बच्चा का दिमाग बढ़ने के लिए जो प्रोटीन की जरूरत है वो सारा प्रोटीन माँ का दूध में रखा है. ഇന്ന് നമ്മൾ പലപ്പോഴും കുറച്ചു നേരം അത് കൊടുത്തിട്ട് പിന്നെ പശുവും പാല് പിന്നെ പോത്തിൻ പാല് അങ്ങനെയൊക്കെ കൊടുക്കും. आज हम ऐसा करते हैं तो थोड़ा दिन हो माँ दूध पिलाएगा, उसके बाद जो भैंस का दूध और गाय का दूध पिलाते हैं. പിന്നെ പോത്തിന്റെ സ്വഭാവം കാണിച്ചില്ലെങ്കിലല്ലേ അത്ഭുതം. फिर वो बच्चा भैंस का स्वभाव नहीं दिखाएगा तो कैसा होगा? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്വഭാവം വരുന്നത്? നമ്മൾ കൊടുക്കുന്നത് എന്താ? നമ്മുടെ പാല് കൊടുത്തെങ്കിൽ നമ്മൾ ആ കൊച്ചിനെ കൃത്യമായി വളരാൻ പറ്റും, ബുദ്ധി വികസിക്കും. അല്ലെങ്കിൽ പോത്തിന്റെ പോലെ തുടങ്ങിയതിന് പോത്തിന്റെ സ്വഭാവം കാണിച്ചത്. तो हमारा बच्चा अगर भैंस के कैसे स्वभाव दिखाते हैं उसका कारण ये है माँ का दूध नहीं देते, भैंस का दूध देते. इसलिए अगर माँ का दूध देता तो माँ का स्वभाव बच्चा दिखाएगा. അപ്പോ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. എല്ലാ നുണയും സകല വ്യാജവും നീക്കി കളഞ്ഞിട്ട് വേണം ഈ പാൽ കുടിക്കാൻ. വചനം എന്ന പാൽ. और यहाँ पर बता रहे हैं कि सारे झूठ को और जल को निकाल के आप इस दूध को पीना है. ഇപ്പോഴത്തെ ഒരു പ്രശ്നമുണ്ട്. आपका एक समस्या का प्रॉब्लम है. ഈ ശുശ്രൂഷിക്കുന്നവർക്കുടെ എന്താ പറയുക മിടുക്കനുസരിച്ചാണ് പലരും പറയുന്നത്, ഞങ്ങൾ പാസ്റ്റർ നല്ല പാസ്റ്റർ, അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല എന്ത് കിട്ടുന്നുണ്ട്, പാല് കിട്ടുന്നുണ്ട്. तो कई लोग ऐसा है तो जो सेवा करने वाला दासों को देखते हैं और फिर कहते हैं कि हमारा पास्टर बहुत अच्छा है, वो बहुत अच्छा दूध हमें पिलाते हैं. ഇനി കുറച്ച് കഴിഞ്ഞാൽ പാസ്റ്ററിന് ചേഞ്ച് ആയിപ്പോയെങ്കിലോ, और थोड़ा दिन के बाद अगर पास्टर का स्वभाव में चेंज आया तो അപ്പോൾ അയ്യോ ഇത് പോരാ, ഇവിടെ ഒരു സുഖമില്ല, ഒരു സന്തോഷമില്ല, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല, നിർത്തി. और उसके बाद बताएगा कि अभी पास्टर का इतना अच्छा नहीं है, इसलिए वहाँ का दूध भी अच्छा नहीं, इसलिए मैं अभी